പാലാ നഗരസഭാ ഭരണം UDF-ലേക്ക് പോകുന്ന ഒരു രീതിയിലാണ് ഇപ്പം അവർ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന് അധികാരമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അല്ല, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായം ഇവിടെ തന്നെ ഞാൻ തന്നെ പറഞ്ഞു. മാൻഡേറ്റ്, ജനങ്ങളുടെ മാൻഡേറ്റ് പ്രതിപക്ഷത്ത് ഇരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അബ്സല്യൂട്ട് മെജോറിറ്റി ലഭിച്ചിട്ടില്ല. നമുക്ക് 12 നമുക്ക് 14 വേണം. 13 ആയെങ്കിലേ ടൈ വരികയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ആ നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയുണ്ടായി. ഇപ്പോൾ എല്ലാവരും കൗൺസിലർമാരെല്ലാവരും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകും. ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അല്ല, ഇതിനകത്ത് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ, ഇതിനകത്ത് മാൻഡേറ്റ് ഇതാണ്. പക്ഷേ കേരള കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെയും നിലപാടിനോടും ആശയത്തോടൊപ്പം ആ രീതി നോക്കുന്നുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളത് ബാക്കി പരിശോധിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഒരു കുടുംബം അത് മാത്രമല്ല, അത് ഈ സ്ഥാനാർത്ഥികളെ 3 സ്ഥാനാർത്ഥികളെ നിർത്തി കഴിഞ്ഞപ്പോഴും UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവർ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ആ UDF പ്രഖ്യാപിക്കുക, UDF വേറെ സ്ഥാനാർത്ഥിയെതിരെ നിർത്തുകയും ചെയ്തിട്ടില്ല. പിന്നെ ഇതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ചർച്ച എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കുടുംബത്തിന്റെ വിരവേശലിന് മുന്നിൽ മുഖസ്ഥിതിയോടെങ്ങനെ കരുതാൻ? അല്ല, അത് ഏത് രീതിയിലാണെന്ന് നിങ്ങൾ അത് പരിശോധിക്കുക, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് അതിൻ്റെ ചെയർമാനും വൈസ് ചെയർമാനും ഒക്കെ വരുമ്പോൾ ഏത് രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടെയുള്ള നല്ലവരായ ജനങ്ങൾക്ക് അറിയാൻ പറ്റും. അത് വരട്ടെന്നേ. നമുക്കറിയാമല്ലോ, നിയമസഭയിൽ എത്രയോ മുനിസിപ്പാലിറ്റികൾ പോയിട്ടുണ്ട്, എത്രയോ പഞ്ചായത്തുകൾ പോയിട്ടുണ്ട്, എത്രയോ പഞ്ചായത്തുകൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. പ്രാദേശികമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഞാൻ എപ്പോഴും പറയും, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവർത്തനമല്ല മറ്റ് തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു, അതിന് മുമ്പത്തെ പ്രാവശ്യം നമ്മൾ കണ്ടു. വരട്ടെ. അല്ല, ഇവരെല്ലാവരും പോകുന്നു. ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി ഉണ്ടാകും, ചെയർമാൻ സ്ഥാനാർത്ഥി ഉണ്ടാകും, വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥി. അത് അപ്പോൾ അതിനകത്ത് നമ്മുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് ബെറ്റി ഷാജു ഉണ്ടാകും. അതുകൂടാതെ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് പാർലമെൻ്ററി പാർട്ടി ലീഡറായിട്ടുള്ള നമ്മുടെ ബിജു പാലിപ്പടവുണ്ടാകും.